മാന്യപ്രേക്ഷകർക്ക് ടേസ്റ്റ് ടൈമിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്. ഇവിടെ പള്ളിയും അമ്പലവും ഒക്കെ ഉണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് കേരളീയർക്ക് ഏത് ആഘോഷമായാലും നമ്മൾ ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് റംസാൻ മാസമാണ്. നീണ്ട വ്രതങ്ങൾക്കൊടുവിലും പ്രാർത്ഥനകൾക്കൊടുവിലും റംസാനും ആഘോഷിക്കുകയാണ്. പക്ഷേ റംസാൻ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ ഓണത്തിന് സദ്യ എന്നതുപോലെ റംസാന് പലതരം വിഭവങ്ങൾ വീട്ടിൽ പരീക്ഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിഭവങ്ങളുമുണ്ട് റംസാന്. എന്തായാലും ഇന്ന് ടേസ്റ്റ് ടൈമിലൂടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് റംസാൻ വിഭവങ്ങളാണ്. കൊതിയാവുന്നില്ലേ എന്താണെന്ന് അറിയാൻ വേണ്ടി? ശരി, കമോ. തലസ്ഥാന നഗരിയിലുള്ള ഹോട്ടലുകളിൽ വെച്ച് രുചി കൊണ്ട് ശ്രദ്ധേയമായ ഹോട്ടൽ സിന്ദൂർ പാലസ് കവടിയാറിലുള്ള ഹോട്ടലാണ്. ഈ ഹോട്ടലിലെ റൂഫ് ടവറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നോടൊപ്പം റംസാന്റെ സ്പെഷ്യൽ വിഭവങ്ങളുമായി 3 പേരുണ്ട്. ഇവർ 3 പേരും തലശ്ശേരിക്കാരാണ്. നമുക്കൊരു പരിചയപ്പെടാം. എന്താണ് പേര്? തസ്നി, റഹീന, സുമിജ. തസ്നി, റഹീന, സുമിജ. ഇവർ തലശ്ശേരിക്കാരാണ്. അതുകൊണ്ട് തന്നെ തലശ്ശേരി സ്പെഷ്യൽ ഐറ്റമാണ് ഇന്ന് റംസാൻ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത്. എന്ത് ഐറ്റമാണ് കാണിക്കുന്നത്? ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായ. പേര് കേട്ടിട്ട് തന്നെ ഒരു കൗതുകം തോന്നുന്നു. എന്താണ് ഉന്നക്കായ എന്ന് പറഞ്ഞാൽ? ആ ഉന്നക്കായ പോലെ തന്നെ ഇരിക്കും. ഉന്നക്കായ പോലെ ഇരിക്കും. എനിക്ക് നമ്മുടെ ട്രിവാൻഡ്രം അങ്ങനെയുള്ള കൊല്ലം അങ്ങനെയുള്ളടത്ത് ഈ ഉന്നക്കായ എന്നൊരു തലശ്ശേരി മാത്രമേ ഉള്ളൂ. മലബാർ ഏരിയയിൽ മാത്രമുള്ള ഉന്നക്കായ. അപ്പൊ ആ കാ പോലെ ഇരിക്കും നമ്മൾ ഉണ്ടാക്കി. അതാണ് ഇതിന്റെ. ഇതെന്താ റംസാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം? സ്പെഷ്യൽ ആണ്, എന്നാലും തലശ്ശേരിയിൽ മിക്കവാറും ഉണ്ടാവും. ഓക്കെ, തലശ്ശേരിയിൽ മിക്കവാറും കാണും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും ഇനി മറ്റുള്ള ഭാഗത്തും ഇത് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങളും വീട്ടിൽ എങ്ങനെയാണ് ഉന്നക്ക തയ്യാറാക്കേണ്ടതെല്ലാം നോക്കുക. ഉന്നക്ക പോലെയാണ് ഇരിക്കുന്നത് ഉണ്ടാക്കുന്ന വിഭവം. അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ആവശ്യം? ഫസ്റ്റ് ഫില്ലിങ്ങിന് വേണ്ടത് നെയ്യ്, കാഷ്യൂ, കിസ്മിസ്, പഞ്ചസാര, തേങ്ങ, ഇത്രയാണ്. മുട്ട, എണ്ണ ആവശ്യമാണ്, കാഷ്യൂ നട്ട്സ് ആവശ്യമാണ്, മുന്തിരി, അതുപോലെ തന്നെ തേങ്ങ, മുട്ട. തേങ്ങ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മള് ചിരങ്ങിയ തേങ്ങ. ഓക്കെ, അത് നമ്മൾ എത്രയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? എത്ര ഉന്നക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? 1 കിലോ പഴത്തിന് 25 ഉന്നക്ക. ഓക്കെ, കണക്ക്. ഓക്കെ, 1 കിലോ ഇതിന് 25 ഉന്നക്ക. 25 ഉന്നക്ക. 1 കിലോ വെച്ച് 25 ഉന്നക്ക ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്? ഫില്ലിംഗ് ഫസ്റ്റ്. ഓക്കെ, അപ്പം അതിന് സ്റ്റൗ കത്തിച്ച് എണ്ണ ചൂടാക്കണം അല്ലേ? എണ്ണ ചൂടാക്കണം. കുറച്ച് എണ്ണ മതിയാവോ? ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? എണ്ണ ചൂടായി ഏലക്കാപ്പൊടി ഇടും. ഓക്കെ, 1 ടീസ്പൂൺ. ഓക്കെ, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ ഏലക്കാപ്പൊടി? ഇല്ല, ഇത് മാത്രം, ഇവിടെ മാത്രമേ ചേർക്കൂ. ഈ റംസാൻ എത്ര ദിവസമാണ് നോമ്പ് നോക്കുന്നത്? 30 ദിവസം. 30 കിട്ടാറില്ല, ചിലപ്പോൾ 29th വരെ ഉണ്ടാവത്തുള്ളൂ. അതിന് മുമ്പ് പിറ കാണുന്നതാണെങ്കിൽ നേരത്തെ. ഓക്കെ, പ്രത്യേകിച്ച് എന്തെല്ലാം വിഭവങ്ങളാണ് ആ സമയത്ത് തയ്യാറാക്കുന്നത് വീട്ടിൽ? തലശ്ശേരി ആകുമ്പോൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. കാരണം നമ്മൾ തലശ്ശേരിക്കാരാകുമ്പോൾ വിഭവത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതാണ് ഉന്നക്ക, ഇറച്ചിപ്പത്തിരി, പട്ടിപ്പത്തിരി, കട്ട്ലറ്റ്, ഇറച്ചിപ്പത്തിരി, പിന്നെ പട്ടിപ്പത്തിരി, കട്ട്ലറ്റ്, കോഴിയട, ചട്ടിപ്പത്തിരി, ഇങ്ങനെ ഒരുപാട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നീണ്ടങ്ങ് പോവുകയാണ്. കാരണം ഈ ഒരു 28, 29, 30 ദിവസം ആ ഒരു പിറക്കനുസരിച്ചിട്ട് വ്രതം നോക്കുന്നുണ്ടെങ്കിലും അതിനുള്ള കഴിക്കാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഐറ്റംസിന്റെ ഇതും കൂടി വരും. അതിലൊരു പ്രത്യേകത ആയിട്ടുള്ള ഒന്നാണ് ഉന്നക്ക എന്ന് പറയുന്നത്. ഉന്നക്കയ്ക്ക് അതുപോലെ തന്നെ ടേസ്റ്റും കൂടുതലായിരിക്കും. ഇനി അടുത്ത ചേർക്കാനുള്ള സമയമായി. നമുക്ക് കശുവണ്ടിയാണ് ചേർക്കുന്നത്. കശുവണ്ടി എത്രയാണ്? 2 സ്പൂൺ കശുവണ്ടി. ഇപ്പൊ ചേർത്ത കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല. ആദ്യം നമ്മൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നപ്പോഴേക്കും 1 സ്പൂൺ ഏലക്ക പൊടി നമ്മൾ അതിലേക്ക് ചേർത്തു. പിന്നെ ഇപ്പോൾ 2 സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് പൊടിച്ചത് അതിൻ്റെ ഇത് ചേർത്തു. 1 സ്പൂൺ കിസ്മിസ്. ഇത്ര ആവശ്യം. ഇനി ഇതൊന്നും വൈകിട്ട് വരേണ്ട ആവശ്യം ചെറുതായിട്ട്. അപ്പൊ എത്ര മണിക്കാണ് നോമ്പ് സമയത്തെല്ലാം സാധാരണ വീട്ടിൽ എണീക്കുന്നത്? രാവിലെ എഴുന്നേക്കും. 3:30 മണിക്ക്. ഈ ഒരു നോമ്പ് കഴിഞ്ഞ് റംസാന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഈ വ്രതമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും എന്താണ് മനസ്സിനുള്ള ഒരു
പ്രത്യേകിച്ച് ഇത്രയും ഒരു കൃത്യമായ നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അങ്ങനെ ഒരു ചിട്ടവട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും റംസാൻ സമയത്ത് ഈ കാണിക്കുന്ന ആചാരങ്ങൾ, ഈ ഒരു ചിട്ടവട്ടങ്ങൾ, അത് കാരണം എന്താണ് നമുക്ക് മനസ്സിനെ തന്നെ കിട്ടുന്നത്? എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ജീവിത രീതി, എന്തെങ്കിലും ഒരു മനസ്സിനൊരു കുളിർമയില്ല. റംസാൻ കഴിഞ്ഞ ഒരു വിഷമം ഉണ്ടാവും. പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവും. ഇനി തേങ്ങ ഇടണം. ഓക്കെ. എത്ര തേങ്ങയാണ് ഇടുന്നത്? ഒരു തേങ്ങ. ഓക്കെ. ഒരു തേങ്ങ ഫുള്ളായിട്ട് ചെറുകിയത് ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അവിടെ വീട്ടിൽ കുക്കിംഗ് എല്ലാം ഒരുമിച്ചാണോ? എല്ലാവരും കൂടി ഒരുമിച്ചാണോ അതോ? അതെ, എല്ലാവരും ഒരുമിച്ചാണ്. അപ്പൊ ഒരാൾക്ക് ഉന്നക്ക വേണം, ഒരാൾക്ക് ഇറച്ചിപ്പത്തിരി വേണം, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എല്ലാം കൂടി അങ്ങനെയെല്ലാം ഉണ്ടോ? എല്ലാവരും ഉണ്ടാക്കും. അപ്പം ഒരു വീട്ടിൽ തന്നെ ഒരാൾ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം മാറി നിൽക്കേണ്ട ആവശ്യം. എല്ലാവരും കൂടിയാണ് റംസാന് പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐറ്റംസിന്റെ കാര്യങ്ങളും ഒരുപാട് റംസാന് വേണ്ടി ഉണ്ടാകും. പക്ഷെ ഈ ഒരു പ്രത്യേകമായ ഒരു ഡിഷ് നിങ്ങളിലേക്ക് ഉന്നക്കായി ഉണ്ടാക്കുമ്പോൾ നിങ്ങളും കാണുക, നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഇതിന്റെ കൂടെ പഞ്ചസാര എത്രയാണ്? പഞ്ചസാര ഒരു മധുരം അനുസരിച്ചാണ്. മധുരം ഷുഗറിന്റെ അസുഖമുള്ളവര് കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. ഇത് മധുരം അനുസരിച്ച് 2 ടീസ്പൂൺ, 3 4 5. പ്യൂരിറ്റ് തരും തിളപ്പിച്ചതുപോലെ സുരക്ഷിതമായ വെള്ളം. ഇതിലുണ്ട് 3 വിശേഷപ്പെട്ട സേഫ്റ്റി ഫീച്ചേഴ്സ്. എല്ലാത്തിലും കാണുന്നേ ചാൻസേ ഇല്ല. ഈ 3 സേഫ്റ്റി ഫീച്ചേഴ്സ് മറ്റേതെങ്കിലും വാട്ടർ പ്യൂരിഫയറിൽ കാണിച്ചാൽ മൊത്തം 1 കോടി